ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സലാഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. സലാഡ് തിന്നുമ്പോൾ എപ്പോഴും മടുപ്പ് തോന്നും. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡ്രസ്സിങ്ങുകളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നാൽ മതി. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എപ്പോഴും കോമൺ ആയാലും കുഴപ്പമില്ല, ഡ്രസ്സിങ്ങിൽ ചേഞ്ച് വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസും ഒരു അവക്കാഡോ കഷ്ണവും എടുത്തിട്ട് അത് കുനുകുനാ എന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് 5-6 വെളുത്തുള്ളിയും 5-6 കാഷ്യൂവും ഒരു ഉണക്കമുളകും പകുതി തക്കാളിയും പകുതി ചുവന്ന കാപ്സിക്കവും ചേർത്തിട്ട് ആവശ്യത്തിന് ഒലിവ് ഓയിലും 2-3 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗറോ ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഉപ്പും കുരുമുളകും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലാകണ്ട, അല്ലെങ്കിൽ നമ്മുടെ സലാഡിൽ നിന്ന് ഡ്രസ്സിങ് ആകെ വഴുതിപ്പോകും. അപ്പോൾ ഒരു അല്പം 2-3 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രസ്സിങ് ഇവിടെ റെഡിയായി. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഒരു നേരത്തിന് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ എടുത്ത പകുതി അവക്കാഡോ എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾസൊക്കെ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് ഡ്രസ്സിങ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി സലാഡിനെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചീസുകൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാലൊന്ന് ചെറുനാരങ്ങ ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ പിരിഞ്ഞ് കിട്ടും. അത് ഊറ്റിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ സലാഡ് ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടും. ഈ ലീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. ഞാൻ ചില സമയത്ത് സലാഡിലേക്ക് ചിക്ക് പീയോ അല്ലെങ്കിൽ കിഡ്നി ബീനോ വേവിച്ചത് 2-3 സ്പൂണ് ചേർക്കാറുണ്ട്. അത് ചിലർക്ക് ഷുഗർ കൂട്ടും. അതുകൊണ്ട് നിങ്ങൾ ഷുഗർ ഉള്ളവരാണെങ്കിലും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും തൽക്കാലം അത് ഒഴിവാക്കാം. ഇനി ഷുഗർ കൂടില്ല, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.